നമുക്ക് തന്നെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും ടെമ്പർ ആയിട്ടിരിക്കുകയാണ് ബോഡി. കളവും എടുത്തത് തോന്നുന്നത് എല്ലാം പൈസ ഇവരുടെ കയ്യിലില്ല, ഇവർക്ക് അച്ഛനും അമ്മയും ഇല്ല, ആരുമില്ല. കുഴപ്പമില്ല. മരുന്ന് മേടിക്കണം, ഇത് പാലിനും കുത്തിയിടണം, എന്നാലും എനിക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളി ദേശീയപാതയ്ക്ക് സമീപം വെച്ച് ഞാൻ രണ്ടുപേരെ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനൊപ്പം നിൽക്കുകയാണ്. പക്ഷെ അവളെ ആ ഭർത്താവ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ പഴയ ഒരു ഫോട്ടോ ഞങ്ങളെ കാണിച്ചു. പക്ഷെ ആ ഫോട്ടോയിൽ കാണുന്ന ആളാണോ ഈ കാണുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം 2 കിഡ്നിയും ഫെയിലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ശരീരം ഫുള്ള് ഇങ്ങനെ നീരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ടെമ്പറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ശരീരം നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണെങ്കിൽ ബലൂൺ പോലെ വീർത്തിട്ട് അതുപോലെ ടെമ്പറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കുട്ടിയെ ഞങ്ങൾ കാണുന്നത്. ശരിക്കും ജീവിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ഒക്കെ ശരിക്കും ഇവർക്കൊരു നിവൃത്തിയുമില്ല. ഇവര് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചേട്ടൻ എന്തായിരുന്നു ജോലി? കൂലിപ്പണിക്കാരനായിരുന്നു. അതുപോലെ പോകാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വേറെ ആയിരുന്നു, ഞങ്ങൾ അച്ഛനമ്മ രണ്ടുപേരും മരിച്ചതാണ്. വേറെ ബന്ധുക്കാരെന്ന് പറയാൻ ആരുമില്ല. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. 2 പേര് ഇവിടെ നോക്കാൻ എപ്പോഴും കൂടുതൽ ആൾ വേണം. ബാത്റൂമിൽ പോകാനായാലും ഇന്നത്തിൽ നിന്ന് ഇന്നിക്കാനായിട്ട് എന്തിനായാലും ഒരാൾ കൂടെ വേണം. അതിൻ്റെ പേര് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ആകപ്പാടെ എവിടെയും പിടിച്ചെല്ലാം കളവും എടുത്തത് ലോണ് എടുത്തത് എല്ലാം നശിച്ച് നാണക്കലായിട്ടിരിക്കുക. ഇനി ഒരു മാർഗമില്ല. ഇനി ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ, 2 പേരോട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം തീരുമാനിച്ചെന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞു. കുട്ടികളില്ല. കുട്ടികളൊന്നും ആയത് പോയി. പിന്നെ ഇപ്പൊ ഒരു കൊല്ലമായിട്ടുള്ളൂ. 1 കൊല്ലത്തിന് മേളായി. നേരത്തെ സിമ്പിൾ കാണിക്കുന്നുണ്ടായിരുന്നു, നമുക്കറിയില്ലായിരുന്നു എന്തിന്റെ ആണ്. ഓരോ ഡോക്ടർമാർക്ക് ഉണ്ടെങ്കിലും അവർ മരുന്ന് കൊടുക്കും, പിന്നെ ഇങ്ങനെ കൊണ്ടു കിടക്കും. ഈ പൊരുവെയിലത്ത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് അതായത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആളിനെ കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടിട്ട് ഞാൻ തിരിച്ച് പോകുന്ന വെച്ചാണ് കണ്ടത്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുഴപ്പമില്ല. മരുന്ന് മേടിക്കണം, ഇത് പാലിനും കുത്തിയിടണം, എന്നാലും എനിക്ക് സ്വന്തം കാര്യം ചെയ്യാനോ നടക്കാനോ പറ്റുമോ. എനിക്ക് പരസഹായം ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാനോ ശ്വാസം മുട്ടില്ലേ? ഒരുപാട് ഇമോഷണലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ ശ്വാസം മുട്ടലും വല്ലാണ്ട് BP ഒക്കെ കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും ടെമ്പർ ആയിട്ടിരിക്കുകയാണ് ബോഡി. അപ്പോൾ അടിയന്തരമായിട്ട് ചികിത്സയും ഡയാലിസിസും ഒക്കെ വേണമല്ലേ? ആൽബമിന് അത്യാവശ്യമായിട്ട് കുത്തിയിടണം. ചോറിലൂടെ പ്രോട്ടീൻ പൊക്കൊണ്ടിരിക്കുക. ആൽബമിൻ കുത്തിയിട്ടെങ്കിലും എനിക്ക് പറ്റത്തുള്ളൂ. ആൽബുമിൻ അത്യാവശ്യമായിട്ട് കുത്തിയിടേണ്ട സാഹചര്യമാണ്. മാത്രമല്ല ഇത് യൂറിനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് പ്രോട്ടീനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള പ്രോട്ടീനുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ പെൺകുട്ടിയെ കാണുന്നതും ഇവരോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വേറെ ആരെയോ കാണാനായി, ഒരു സാമ്പത്തിക സഹായം പ്രതീക്ഷ ആരെയോ കാണാനായി നിന്നതാണ്. ഏതായാലും അടിയന്തരമായിട്ട് ചികിത്സ ആവശ്യമായിരിക്കുന്നു. ചികിത്സയ്ക്കുള്ള പൈസ ഇവരുടെ കയ്യിലില്ല, ഇവർക്ക് അച്ഛനും അമ്മയും ഇല്ല, ആരുമില്ല. ഏതായാലും ഈ വാർത്ത കാണുന്നവർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുന്നവർ സാമ്പത്തികമായി നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുക. ഇവരുടെ കോൺടാക്ട് നമ്പറും അതോടൊപ്പം തന്നെ Google Pay നമ്പറും ഒക്കെ തന്നെ ഞങ്ങൾ തരുന്നതാണ്. നിങ്ങൾ സഹായിക്കുക. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്യൻ.